രാജേഷ് സദാശിവൻ പിള്ള എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ ശ്രീഭൂതബലി എല്ലാ ദിവസവും ഉണ്ടോ? ഉണ്ടെങ്കിൽ സമയക്രമം ഒന്ന് പറഞ്ഞു തരുമോ? ശ്രീഭൂതബലിയാണെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും എന്നാണ്. സാധാരണ ശിവേലിയും ശ്രീഭൂതബലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ശ്രീഭൂതബലി ഏത് സമയത്താണ് ഉണ്ടാവുക എന്നുള്ളതുമാണ് ഭക്തന്റെ സംശയം. ശ്രീഭൂതബലി എന്ന് പറയുന്നത് ദീപാരാധനയ്ക്ക് ശേഷം സന്ധ്യാസമയത്താണ് നടക്കാറുള്ളത്. സാധാരണ ശിവേലി ഉച്ചശിവേലിയാണ്, അത് വൈകുന്നേരം നട തുറന്ന ഉടനെയാണ് കേട്ടോ നടത്താറുള്ളത്. മാത്രമല്ല ശ്രീഭൂതബലിക്ക് എല്ലാ പ്രദക്ഷിണത്തിനും ഹവിസ് തൂവുക എന്ന ചടങ്ങുണ്ട്. 4 പ്രദക്ഷിണമാണ് ശ്രീഭൂതബലിക്ക് പതിവുള്ളത്. എന്നാൽ ശിവേലിക്ക് 3 പ്രദക്ഷിണം മാത്രമേ പതിവുള്ളൂ. ആദ്യത്തെ ഒരു പ്രദക്ഷിണത്തിനാണ് ഹവിസ് തൂവുക. ഹവിസ് തൂവുക എന്ന് പറഞ്ഞാൽ എല്ലാ ബലിക്കല്ലിനും നിവേദ്യം അർപ്പിക്കുന്ന ഒരു ചടങ്ങ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മുൻപിലായിട്ട് മേൽശാന്തിയോ അല്ലെങ്കിൽ ഓദിക്കന്മാരോ ഹവിസ് ബലിക്കല്ലിന് നിവേദ്യം നൽകുന്നത് കണ്ടിട്ടുണ്ടാവും. അതിനെയാണ് കേട്ടോ ഹവിസ് തൂവുക എന്ന് പറയാം. ഇത് ശ്രീഭൂതബലി ആണെങ്കിൽ എല്ലാ പ്രദക്ഷിണത്തിനും ഉണ്ടായിരിക്കും. 4മതായിട്ട് ഒരു ഓട്ടപ്രദക്ഷിണവും പതിവുണ്ട്. സാധാരണ ശിവേലിക്ക് ഒറ്റ പ്രദക്ഷിണത്തിനെ ഹവിസ് തൂവുള്ളൂ എന്ന് മാത്രമല്ല 3 പ്രദക്ഷിണം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ സമയക്രമം വരുന്നത് സന്ധ്യാസമയത്താണ്. അത് മാത്രമല്ല ഒരു ദിവസം ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം സന്ധ്യാസമയത്താണ് ശ്രീഭൂതബലി ഉണ്ടാവുക. അപ്പോൾ സാധാരണ രീതിയിൽ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് ശ്രീഭൂതബലി നടക്കാറുള്ളത് കേട്ടോ.